ഓം ശാന്തി. ഇന്നത്തെ മുരളിയുടെ ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ തീയതി 12/4/2026. ഇന്നത്തെ ബാബയുടെ മഹാവാക്യങ്ങൾ ചർച്ച ചെയ്യാം. നമ്മളെപ്പോഴും ഇങ്ങനെ തുടങ്ങാറുണ്ടെങ്കിലും ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു നിമിഷമൊന്ന് സങ്കൽപ്പിക്കുക. എന്താണ് സങ്കല്പിക്കേണ്ടത്? അതായത്, ഇപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ കരയിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കരമായി ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു വലിയ പ്രശ്നം നടക്കുകയാണെന്ന് വിചാരിക്കുക. ശരി. ആ ഒരു അവസ്ഥയിൽ അതൊരു വലിയ തിയേറ്റർ സ്ക്രീനിലോടുന്ന വെറുമൊരു മിക്കി മൗസ് കാർട്ടൂൺ പോലെ കണ്ട് നിങ്ങൾക്ക് ചിരിക്കാനും അത് ആസ്വദിക്കാനും കഴിഞ്ഞാലോ? ഓ, അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭ്രാന്താണെന്ന് തോന്നാം, അല്ലേ? അതെ, അങ്ങനെ തോന്നാം. പക്ഷേ ബ്രഹ്മകുമാരീസിലെ ഭഗവാന്റെ മുരളിയിലൂടെ ബാബ ഇന്ന് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രായോഗിക പാഠം അതാണ്. ഇതൊരു വെറും ഉപദേശമല്ല. അല്ല, തീർച്ചയായും അല്ല. മറിച്ച് നിങ്ങളുടെ ചുറ്റുപാടുകൾ എന്തുതന്നെ ആയാലും അതിൽ പതറാതെ എങ്ങനെയൊരു യഥാർത്ഥ സന്തുഷ്ടാത്മാവായി മാറാമെന്നതിൻ്റെ കൃത്യമായൊരു വിശകലനമാണ് ഇന്നത്തെ ഈ ചർച്ച. അപ്പോ ബാബ പറയുന്ന ഈ മിക്കി മൗസ് തിയറിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം, അല്ലേ? തീർച്ചയായും. ഈ വിഷയം ഇന്ന് വളരെ പ്രസക്തമാണ്. കാരണം എന്താ പറയാ, നമ്മളെല്ലാവരും എപ്പോഴും സന്തോഷം അന്വേഷിച്ചാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതെ, എപ്പോഴും ഒരു പരക്കം പാച്ചിലാണ്. കറക്റ്റ്. പക്ഷേ ഇന്നത്തെ മുരളിയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, യഥാർത്ഥ സന്തുഷ്ടത എന്നത് വെറുമൊരു താൽക്കാലിക സന്തോഷമല്ല എന്ന്. ലൗകികമായ നേട്ടങ്ങളിൽ നിന്ന് കിട്ടുന്ന സന്തോഷം ഇപ്പോൾ ഒരു നിമിഷമുണ്ടാകും, അടുത്ത നിമിഷം ഇല്ലാതെയാകും. അതെ, ഇല്ലാതാകും. എന്നാൽ സർവ്വപ്രാപ്തികളും പരമാത്മാവിൽ നിന്ന് ലഭിക്കുമ്പോഴാണ് ആ യഥാർത്ഥ സന്തുഷ്ടത ഉണ്ടാകുന്നത്. അത്തരം ആത്മാക്കൾ ഒരു രത്നം പോലെ പ്രകാശം പരത്തുകയും എല്ലാവർക്കും പ്രിയപ്പെട്ടവരാകുകയും ചെയ്യുന്നു എന്നാണ് ബാബ പറയുന്നത്. ഏതൊക്കെയാണത്? ഒന്ന്, സാക്ഷിദൃഷ്ടാവ് അഥവാ ഒരു ഡിറ്റാച്ച്ഡ് ഒബ്സർവർ ആയിരിക്കുക. 2, ത്രികാലദർശിയാകുക. ഓ, ത്രികാലദർശി. അതെ, ഈ മഹാവാക്യങ്ങൾ കേൾക്കുന്നവർക്ക് ത്രികാലദർശി എന്താണെന്ന് നന്നായി അറിയാം. ഒരു കാര്യത്തിന്റെ ഭൂതം, ഭാവി, വർത്തമാനം എന്നീ 3 കാലങ്ങളും അറിയുന്ന അവസ്ഥ. ഇതിന് അടിസ്ഥാനം പരമാത്മാവുമായുള്ള അവിനാശിയായ സംബന്ധവും സമ്പത്തുമാണ്. എനിക്ക് തോന്നുന്നത് ഈ ത്രികാലദർശി അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മൾ ഈ സസ്പെൻസ് ത്രില്ലർ സിനിമകളൊക്കെ കാണാറില്ലേ? കാണാറുണ്ട്. ആദ്യമായി ഒരു സിനിമ കാണുമ്പോൾ നായകന് നേരെ ഒരു തോക്ക് ചൂണ്ടുമ്പോഴോ അല്ലെങ്കിൽ വലിയൊരു അപകടം വരുമ്പോഴോ നമ്മൾ ശ്വാസം അടക്കി പിടിച്ചിരിക്കും. വല്ലാത്തൊരു ടെൻഷനായിരിക്കും നമുക്ക്. സത്യം, നഖം കടിച്ചിരിക്കും. അതെ, പക്ഷേ ആ സിനിമയുടെ ക്ലൈമാക്സ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞുകഴിഞ്ഞാൽ രണ്ടാമത് അതേ സിനിമ കാണുമ്പോൾ നമുക്ക് ആ ടെൻഷൻ ഉണ്ടാകില്ലല്ലോ. തീർച്ചയായും ഇല്ല. കാരണം അവസാനം എന്തായാലും നായകൻ ജയിക്കും എന്ന് നമുക്കറിയാം. അതുപോലെയുള്ളൊരു ശാന്തതയാണോ ബാബ ഈ പറയുന്ന ത്രികാലദർശി അവസ്ഥ? അതായത് കാര്യങ്ങളുടെ ആത്യന്തികമായ ഫലം എന്താണെന്നറിയാമെന്നുള്ള ആ ഒരു ആന്തരികമായ ശാന്തത. പക്ഷെ എനിക്കൊരു വലിയ സംശയമുണ്ട്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് യഥാർത്ഥ ജീവിതത്തെക്കുറിച്ചാണ്. ഒരു സിനിമയിലെ പോലെയല്ല ജീവിതത്തിലെ. എന്റെ ജോലി പോകുമ്പോഴോ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ എന്നെ വഞ്ചിക്കുമ്പോഴോ ഇതുപോലൊരു സിനിമ കാണുന്ന ലാഘവത്തോടെ മാറി നിൽക്കാൻ ഒരു മനുഷ്യൻ എങ്ങനെ സാധിക്കും? അത് അസാധ്യമല്ലേ? നിങ്ങൾ ചോദിച്ചത് വളരെ ന്യായമായൊരു ചോദ്യമാണ്. ആ സിനിമയുടെ ഉദാഹരണത്തോട് ചേർന്ന് നിൽക്കുന്ന, എന്നാൽ അതിന്റെ മനഃശാസ്ത്രം കൃത്യമായി വിശദീകരിക്കുന്ന വളരെ രസകരമായൊരു ഉദാഹരണം ഇന്നത്തെ മുരളിയിൽ തന്നെ ബാബ പറയുന്നുണ്ട്. മിക്കി മൗസിന്റെ കാര്യമാണോ? അതെ, അത് തന്നെ. മായയുടെ, അതായത് സാഹചര്യങ്ങളുടെ പ്രതിസന്ധികളെ ഒരു മിക്കി മൗസ് കളിയായി കാണാനാണ് ബാബ പറയുന്നത്. ഇതൊരു മാജിക് ട്രിക്കല്ല. പിന്നെയോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളൊരു വലിയ സ്ക്രീനിൽ മിക്കി മൗസ് കാർട്ടൂൺ കാണുകയാണ്. അതിൽ ആ കഥാപാത്രങ്ങൾ തമ്മിൽ അടികൂടുന്നു, മലമുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നു, പരസ്പരം ഓടിച്ചിട്ട് പിടിക്കുന്നു. നമ്മളത് കണ്ട് ഒരിക്കലും അസ്വസ്ഥരാകാറില്ല, അല്ലേ? ഇല്ല, നമ്മളത് കണ്ട് ആസ്വദിക്കുകയും ചിരിക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം അവിടെ നമ്മുടെ ഈഗോ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ അഹംഭാവം ഇടപെടുന്നില്ല. ജീവിതത്തിലെ മായയുടെ വ്യത്യസ്ത രൂപങ്ങളെ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ ഇതുപോലെ വ്യത്യസ്ത മിക്കി മൗസുകളുടെ രൂപങ്ങളായി അനുഭവിക്കാൻ ബാബ ആവശ്യപ്പെടുന്നത് ഇതുകൊണ്ടാണ്. അതായത് നമ്മൾ പുറത്തുനിന്ന് കാണുക. അതെ, സാഹചര്യങ്ങളെ നമ്മൾ പുറത്തുനിന്ന് ഒരു കാഴ്ചക്കാരനായി കാണുമ്പോൾ അത് നമ്മെ ഭയപ്പെടുത്തുന്നില്ല. ഇത് എന്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചു എന്ന് ചിന്തിക്കുന്നതിനു പകരം ഈ ലോകമാകുന്ന നാടകത്തിൽ ഇതൊരു രംഗം മാത്രമാണ് എന്ന ബോധ്യത്തോടെ അതിനെ നേരിടാൻ കഴിയുന്നു. ഇതാണ് ആ സാക്ഷിദൃഷ്ടാവിന്റെ അവസ്ഥയുടെ യഥാർത്ഥ ശക്തി. വാവ്, അതൊരു വലിയ തിരിച്ചറിവാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളെ, നമ്മളെ തളർത്തുന്ന വ്യക്തികളെപ്പോലും ഒരു കാർട്ടൂൺ സ്ക്രീനിലെ മിക്കി മൗസായി കാണുക.
അങ്ങനെ നോക്കുമ്പോൾ ആ പ്രശ്നത്തിന്റെ ഭീകരത പകുതിയായി കുറയുന്നുണ്ട്. പക്ഷേ നമ്മൾ എത്രയൊക്കെ മിക്കിമൗസാക്കി മാറ്റാൻ ശ്രമിച്ചാലും പ്രാക്ടിക്കലായിട്ട് നമ്മൾ പലപ്പോഴും പരാജയപ്പെടാറില്ലേ? അതെ, അതാണ് സാധാരണ സംഭവിക്കുന്നത്. ഇവിടെ ബാബ പറയുന്ന മറ്റൊരു കാര്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. ഈ മിക്കി മൗസ് കളി പോലെ ജീവിതത്തെ ആസ്വദിക്കണമെങ്കിൽ നമ്മുടെ നിഘണ്ടുവിൽ നിന്ന്, പ്രത്യേകിച്ച് ബ്രാഹ്മണരുടെ നിഘണ്ടുവിൽ നിന്നും ചിലപ്പോൾ അഥവാ സംടൈംസ് എന്ന വാക്ക് എന്നേക്കുമായി ഒഴിവാക്കാൻ ബാബ ആവശ്യപ്പെടുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണത്. നമ്മളെപ്പോഴും പറയാറില്ലേ, ഞാൻ ചിലപ്പോൾ വളരെ സന്തുഷ്ടനാണ്, നല്ല യോഗിയാണ്, പക്ഷെ ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമെന്ന്. അതെ, എപ്പോഴും കേൾക്കുന്നതാണ്. അത് പാടില്ലെന്നാണ് ബാബ പറയുന്നത്. എപ്പോഴും വിജയായിരിക്കണം. എല്ലാവർക്കും ജനിക്കുമ്പോൾ തന്നെ ബാബ ഒരേ വരദാനമാണ് നൽകുന്നത്: സദാ യോഗിയായിരിക്കട്ടെ, സദാ പവിത്രമായിരിക്കട്ടെ. എനിക്ക് മനസ്സിലാകാത്തത്, മനുഷ്യസഹജമായ വികാരങ്ങളുള്ള നമ്മളോട് ഈ ചിലപ്പോൾ എന്ന വാക്കെടുത്തു കളയാൻ പറയുന്നത് അല്പം കടന്ന കൈയല്ലേ? അവിടെയാണ് നമ്മൾ ആത്മീയമായ യാത്രയുടെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കേണ്ടത്. ഈ ചിലപ്പോഴെന്ന വാക്കാണ് നമ്മൾ ഇതുവരെ ചെയ്ത പുരുഷാർത്ഥത്തിലെ ഏറ്റവും വലിയ തടസ്സം. ശരിയാണ്. ബാബ നൽകുന്ന വരദാനങ്ങൾ ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമുള്ളതല്ല, അത് സദാകാലത്തേക്കുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മളെല്ലാവർക്കും ഒരേ വരദാനമാണ് ലഭിക്കുന്നത്. എന്നാൽ മുരളിയിൽ വളരെ കൃത്യമായി ഒരു വ്യത്യാസം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്താണത്? ചില കുട്ടികൾ ഈ വരദാനം കണ്ട് സന്തോഷിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അവരത് ഡയറിയിൽ എഴുതിവെക്കും, മറ്റുള്ളവരോട് പറഞ്ഞ് അഭിമാനിക്കും, എനിക്കിന്ന് വളരെ നല്ലൊരു വരദാനം കിട്ടി എന്ന് പറയും. അത് നമ്മൾ ചെയ്യാറുള്ളതാണ്. പക്ഷേ അവരത് അവരുടെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരുന്നില്ല, ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നില്ല. നമ്മൾക്ക് ലഭിക്കുന്ന ശക്തിയെ നമ്മൾ എപ്പോഴും ഒരു സാധ്യതയായി മാത്രം കാണുന്നു. അതൊരു യാഥാർത്ഥ്യമായി മാറ്റാൻ നാം മടിക്കുന്നു. അതാണ് ബാബ ഇവിടെ തിരുത്താൻ ആവശ്യപ്പെടുന്നത്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, നമ്മൾ ഈ ജിമ്മിലൊക്കെ ചേരാറില്ലേ? ജിമ്മിൽ പുതിയ വർഷം തുടങ്ങുമ്പോൾ വലിയ ആവേശത്തിൽ പൈസ കൊടുത്ത് മെമ്പർഷിപ്പ് എടുക്കും. എന്നിട്ട് ആ ഐഡന്റിറ്റി കാർഡ് പോക്കറ്റിൽ വെച്ച് നടന്നതുകൊണ്ട് മാത്രം നമ്മൾ ഫിറ്റാവില്ലല്ലോ. തീർച്ചയായും ഇല്ല. അതിലെ മെഷീനുകൾ ഉപയോഗിക്കണം, വിയർക്കണം, കഷ്ടപ്പെടണം. അതുപോലെയാണോ പരമാത്മാവിൽ നിന്ന് വരദാനം ലഭിച്ചിട്ട് കാര്യമില്ല, അത് സ്വന്തം ജീവിതത്തിൽ പ്രയോഗിക്കണം എന്നാണോ ബാബ അർത്ഥമാക്കുന്നത്? കറക്റ്റ്. പക്ഷേ ഇവിടെ ബാബ പറയുന്ന ആ വിത്തിന്റെ ഉദാഹരണം എനിക്ക് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കണം. ഒരു വിത്തിനെ എങ്ങനെയാണ് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ ഫലമാക്കാൻ കഴിയുക? ഇതിന്റെ മെക്കാനിസം എന്താണ്? നിങ്ങൾ പറഞ്ഞ ജിമ്മിന്റെ ഉദാഹരണം വളരെ കൃത്യമാണ്. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഒരു വിത്ത് മുളച്ച് മരമായി ഫലം നൽകണമെങ്കിൽ വെറുതെ അത് മണ്ണിലിട്ടിട്ട് കാര്യമില്ലല്ലോ. അതിന് കൃത്യമായ വെള്ളവും സൂര്യപ്രകാശവും വേണം. പ്രകൃതിയുടെ നിയമം. ഇവിടെ ഈ ആത്മീയ യാത്രയില് എന്താണാ വെള്ളം? ബാബ പറയുന്നത്, നമുക്ക് ലഭിച്ച വരദാനത്തെ ആവർത്തിച്ച് സ്മൃതിയിൽ, അതായത് നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരുന്നതാണ് ഈ വെള്ളമൊഴിക്കൽ. ഓർമ്മ പുതുക്കുന്നത്. അപ്പോ എന്താണ് സൂര്യപ്രകാശം? വെറുതെ മനസ്സിൽ ഓർമ്മിച്ചാൽ മാത്രം പോരാ, ആ സ്വരൂപത്തിൽ തന്നെ നമ്മൾ സ്ഥിതി ചെയ്യണം. ഉദാഹരണത്തിന്, ഞാനൊരു സമാധാന സ്വരൂപനായ ആത്മാവാണ് എന്ന് രാവിലെ എഴുന്നേറ്റ് ഓർമ്മിക്കുന്നത് വെള്ളമൊഴിക്കലാണ്. എന്നാൽ ഓഫീസിൽ പോകുമ്പോൾ നിങ്ങളുടെ ബോസ് നിങ്ങളോട് ദേഷ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ അപമാനിക്കുമ്പോഴോ യഥാർത്ഥത്തിൽ ആ സമാധാനത്തോടെ യാതൊരു പ്രകോപനവുമില്ലാതെ പെരുമാറാൻ കഴിയുന്നതാണ് അതിന് സൂര്യപ്രകാശം നൽകുന്നത്. അതായത് ആക്ഷനിൽ കൊണ്ടുവരുന്നത്. കൃത്യം. ഈ രണ്ടും, അതായത് ഓർമ്മയും പ്രവൃത്തിയും ഒന്നിച്ചു ചേരുമ്പോൾ മാത്രമേ ആ വിത്ത് മുളയ്ക്കൂ. നിങ്ങളുടെ ഉള്ളിൽ ശക്തി നിറയുക മാത്രമല്ല, മറ്റുള്ളവർക്ക് നിങ്ങളിൽ നിന്ന് ആ ശക്തി അനുഭവിക്കാനും കഴിയുന്നത് അപ്പോഴാണ്. അല്ലാതെ വെറുതെ ഡയറിയിൽ എഴുതിവെച്ചതുകൊണ്ട് വിത്ത് മുളയ്ക്കില്ല. അപ്പോ അതൊരു നിരന്തരമായ ആന്തരിക പ്രക്രിയയാണ്. എനിക്ക് കാര്യം മനസ്സിലായി. എന്നാൽ ബാബ സമയത്തെക്കുറിച്ച് വളരെ വലിയൊരു മുന്നറിയിപ്പ് നൽകുന്ന ഭാഗമാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അതെ, സമയത്തിന്റെ കാര്യം. കാരണം വിത്ത് മുളയ്ക്കാൻ വേണ്ടി വർഷങ്ങളോളം കാത്തിരിക്കാൻ ഇനി സമയമില്ല എന്ന് ബാബ പറയുന്നു. ഇപ്പോൾ നടക്കാനുള്ള സമയമല്ല, പറക്കാനുള്ള സമയമാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന ആ പതുക്കെയുള്ള പുരുഷാർത്ഥത്തിൽ നിന്ന് തീവ്ര പുരുഷാർത്ഥത്തിലേക്ക് മാറണം. അവസാന പരീക്ഷ എപ്പോൾ വേണമെങ്കിലും വരാമെന്നാണ് മുന്നറിയിപ്പ്. ശരിയാണ്. ഇവിടെ ബാബ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, നമ്മളിൽ പലരും ഇപ്പോഴും എന്ത്, എന്തുകൊണ്ട്, എങ്ങനെ എന്നീ വ്യർത്ഥചിന്തകളിൽ നമ്മുടെ വിലപ്പെട്ട ഊർജവും സമയവും കളയുന്നു എന്നതാണ്. ഇതിന് പകരമായി ഒരു സെക്കൻഡിൽ ഒരു ബിന്ദു, അതായത് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ സാധിക്കണമെന്ന് ബാബ പറയുന്നു. അവിടെ ഒരു കോമയോ ഒരു അത്ഭുത ചിഹ്നമോ പാടില്ല എന്ന് അടിവരയിട്ട് പറയുന്നുണ്ട്. ഞാനിവിടെ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കൂ. ഇതൊരു വളരെ അപകടകരമായ ചിന്താഗതിയല്ലേ?
എന്റെ മുന്നിൽ വലിയൊരു സാമ്പത്തിക നഷ്ടമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ ചതിക്കുമ്പോൾ ഇതെന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചുവെന്ന് ഞാൻ ചോദിക്കണ്ടേ? അങ്ങനെ വിശകലനം ചെയ്താലല്ലേ ഭാവിയിൽ ആ തെറ്റ് തിരുത്താൻ കഴിയൂ. അല്ലാതെ കണ്ണടച്ചു പൂർണ്ണവിരാമമിട്ടാൽ പ്രശ്നമില്ലാതാകുമോ? ഇതൊരു തരം ഒളിച്ചോട്ടമല്ലേ? അവിടെയാണ് നമ്മൾ ആത്മീയതയും സാധാരണ ലൗകിക ബുദ്ധിയും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ചോദിച്ചത് പ്രായോഗിക തലത്തിൽ ശരിയാണ്. അതെ. നിങ്ങളുടെ ഒരു വാഹനം കേടായാൽ എന്തുകൊണ്ടത് കേടായി എന്ന് ചിന്തിച്ചാലേ മെക്കാനിക്കിനത് നന്നാക്കാൻ കഴിയൂ. അവിടെ എന്തുകൊണ്ടെന്ന ചോദ്യം ആവശ്യമാണ്. പിന്നെ എവിടെയാണ് പ്രശ്നം? എന്നാൽ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന വൈകാരിക സാഹചര്യങ്ങളിൽ എന്തുകൊണ്ട് അവരെന്നോട് ഇത് ചെയ്തു, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഈ ദുരനുഭവം ഉണ്ടാകുന്നു എന്ന് ചിന്തിച്ചു കൂട്ടുന്നത് ആ പ്രശ്നം പരിഹരിക്കുന്നില്ല. അത് വെറും വ്യർത്ഥ ചിന്തകളുടെ ഒരു ഓവർ തിങ്കിങ്ങിന്റെ തുടർച്ച മാത്രമാണ്. നമ്മൾ വെറുതെ കിടന്ന് ചിന്തിച്ചുകൂട്ടും. അതെ, അത് നിങ്ങളുടെ മാനസിക ഊർജം പൂർണ്ണമായും ചോർത്തിക്കളയുന്നു. ഇതിന് കൃത്യമായൊരു പ്രതിവിധിയായി ബാബ 3 പ്രധാന ബിന്ദുക്കളെ, അതായത് 3 ഡോട്ട്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ആത്മാവ്, പരമാത്മാവ്, ഡ്രാമ. ഇവ കേവലം വാക്കുകളല്ല, മറിച്ച് നമ്മുടെ തലച്ചോറിലെ ആ ഓവർ തിങ്കിംഗ് സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യാനുള്ള ടൂളുകളാണ്. അതായത് ഈ 3 ബിന്ദുക്കൾ നമ്മുടെ ചിന്തകളെ പിടിച്ചു നിർത്താനുള്ള ആയുധങ്ങളാണെന്നാണോ? അതൊന്ന് വിശദമാക്കാമോ? തീർച്ചയായും. നിങ്ങളൊരു വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ടിത് സംഭവിച്ചു എന്ന് ചിന്തിക്കുന്നതിന് പകരം ആദ്യം ഞാനൊരു ആത്മാവാണ് എന്ന ബിന്ദുവിൽ ഫോക്കസ് ചെയ്യുക. അത് നിങ്ങളുടെ ഭൗതികമായ സ്വത്വത്തിൽ നിന്നുള്ള ഒരു വേർപെടൽ നൽകും. രണ്ടാമത്, പരമാത്മാവ് എന്റെ കൂടെയുണ്ട് എന്ന് ചിന്തിക്കുക. അത് നിങ്ങൾക്ക് വലിയൊരു സുരക്ഷിതത്വം നൽകും. മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനം. ഏതാണത്? ഡ്രാമ. അതെ, നടക്കുന്നതെല്ലാം കൃത്യമായൊരു ഡ്രാമയാണ്. നിങ്ങൾ ഡ്രാമ എന്ന ബിന്ദുവിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഒരാളുടെ മോശം പെരുമാറ്റം നിങ്ങളെ വ്യക്തിപരമായി ബാധിക്കുന്നില്ല. അതവരുടെ പാറ്റാണ്, അവരുടെ സംസ്കാരമാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നു. അതായത് നമ്മൾ അവരെ കുറ്റപ്പെടുത്താൻ പോകുന്നില്ല. കറക്റ്റ്. ഈ 3 ബിന്ദുക്കളാണ് സർവ്വഖജാനാവുകളുടെയും താക്കോല്. ഇതുപയോഗിക്കുമ്പോൾ വ്യർത്ഥമായി ചിന്തിച്ച് മണിക്കൂറുകൾ കളയുന്നതിനു പകരം ആ സാഹചര്യത്തെ നേരിടാനുള്ള ശക്തിയും സഹനശക്തിയും ഒറ്റ സെക്കൻഡിൽ നിങ്ങളുടെ ഉള്ളിൽ ഉണരുകയാണ് ചെയ്യുന്നത്. അതാണ് ആ പൂർണ്ണ വിരാമത്തിന്റെ ശക്തി. അവിടെ നിങ്ങൾ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടുകയല്ല, മറിച്ച് പൂർണ്ണമായ വൈകാരിക നിയന്ത്രണത്തോടെ അതിനെ നേരിടുകയാണ് ചെയ്യുന്നത്. എനിക്ക് ആ വ്യത്യാസം ഇപ്പോൾ വളരെ വ്യക്തമായി മനസ്സിലായി. നമ്മൾ പ്രശ്നത്തെ പരിഹരിക്കുന്നതിനു പകരം പ്രശ്നത്തെക്കുറിച്ചോർത്ത് ഊർജ്ജം കളയുന്നതിനെയാണ് ബാബ ഇവിടെ വിലക്കുന്നത്. അപ്പോൾ അതൊരു കംപ്ലീറ്റ് മൈൻഡ് സെറ്റ് ഷിഫ്റ്റാണ്. വെറുതെ തലവൊഴിക്കുന്നതിന് പകരം ഈ 3 ബിന്ദുക്കളിൽ ഫോക്കസ് ചെയ്യുക. കൊള്ളാം. അതെ. പക്ഷേ ഈ പറയുന്ന പൂർണ്ണവിരാമം വെറുമൊരു ഉപദേശം കേട്ടതുകൊണ്ട് മാത്രം ശീലിക്കാൻ കഴിയില്ല എന്ന് ബാബയ്ക്കും നന്നായി അറിയാം. അതുകൊണ്ടാണല്ലോ ബാബ നമുക്കായി വളരെ കൃത്യമായൊരു ഹോംവർക്ക് നൽകിയിരിക്കുന്നത്. അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു ടാസ്കാണത്. 15 ദിവസത്തെ ഒരു കടുത്ത പരീക്ഷണമാണ് ബാബ നിർദ്ദേശിക്കുന്നത്. സങ്കല്പത്തിലോ വാക്കിലോ പ്രവൃത്തിയിലോ വ്യർത്ഥമായൊരു ചിന്ത പോലും വരാതെ 15 ദിവസം നോക്കാൻ ബാബ ആവശ്യപ്പെടുന്നു. ചുരുങ്ങിയത് 80% മാർക്കെങ്കിലും ഈ പരീക്ഷയിൽ നേടണം. ബാക്കി 20% മാർക്ക് മായയുടെ സ്വാധീനത്താലുണ്ടാകുന്ന രാജകീയ ആലസ്യം അഥവാ റോയൽ ലേസിനെസ്, അശ്രദ്ധ എന്നിവയൊക്കെ കണക്കിലെടുത്ത് ബാബ ഇളവായി നൽകുന്നുണ്ട്. എന്റെ സംശയം അതല്ല, വെറും 15 ദിവസം കൊണ്ട് നമ്മുടെ ചിന്താഗതിയിൽ ഇത്ര വലിയൊരു മാറ്റമുണ്ടാക്കാൻ കഴിയുമോ? അത് പലർക്കും തോന്നുന്ന ഒരു സംശയമാണ്. പോരാത്തതിന് ഒരു മനുഷ്യന് ഒരു ദിവസം 60,000 ചിന്തകൾ ഉണ്ടാകുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അതില് ഒരൊറ്റ വ്യർത്ഥ ചിന്ത പോലും വരാതിരിക്കുക. 20% ഇളവുണ്ടെങ്കിൽ പോലും ഇന്നത്തെ ഈ സ്ട്രെസ് നിറഞ്ഞ ലോകത്ത് അതൊരസാധ്യമായ കാര്യമല്ലേ? കേൾക്കുമ്പോൾ അസാധ്യമാണെന്ന് തോന്നാം. എന്നാൽ തീവ്രമായ ശ്രദ്ധയോടെ നമ്മളിത് പരിശീലിച്ചാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ബാബയ്ക്ക് നമ്മളിൽ വലിയ വിശ്വാസമുണ്ട്. മനസ്സിന്റെ കൈകൾ ഉറച്ചതാണെങ്കിൽ ഈ ലക്ഷ്യം ആർക്കും അനായാസം നേടാനാകുമെന്നാണ് ബാബ പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാക്കുണ്ട്, ആ രാജകീയ ആലസ്യം. അതെന്താണ് ഈ രാജകീയ ആലസ്യം? നമ്മൾ വെറുതെ കിടന്നുറങ്ങുന്നതിനെയല്ല ബാബ അങ്ങനെ വിളിക്കുന്നത്. നമ്മൾ പലപ്പോഴും ആത്മീയതയിൽ മടിയന്മാരാകുന്നത് വളരെ ബുദ്ധിപരമായ ന്യായീകരണങ്ങളോടെയാണ്. ഉദാഹരണത്തിന്, എനിക്കിന്ന് ഓഫീസിലെ ഭയങ്കര വർക്കായിരുന്നു, അതുകൊണ്ട് എനിക്ക് രാവിലെ യോഗം ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അവരെന്നോട് അത്രയും മോശമായി സംസാരിച്ചതുകൊണ്ടാണ് എനിക്ക് തിരിച്ചു ദേഷ്യപ്പെടേണ്ടി വന്നത്. ഇത്തരം ന്യായീകരണങ്ങൾ കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നും. പക്ഷെ സത്യത്തിൽ അതൊരു തരം വൈകാരികമായ മടിയാണ്.
ഇതിനെയാണ് ബാബ രാജകീയ ആലസ്യം എന്നു വിളിക്കുന്നത്. സ്വന്തം തെറ്റുകളെ നമ്മൾ തന്നെ ന്യായീകരിക്കുന്ന അവസ്ഥ. ഈ 15 ദിവസത്തെ പരീക്ഷണത്തിൽ ഇത്തരം ന്യായീകരണങ്ങളെ നമ്മൾ തന്നെ ഒരു കാവൽക്കാരനെപ്പോലെ പിടികൂടണം. നമ്മളോട് തന്നെ സത്യസന്ധരാകണം. അതായത് നമ്മൾ നമ്മളെ തന്നെ വിഡ്ഢികളാക്കുന്ന ആ പരിപാടി നിർത്തണമെന്നർത്ഥം. അത് വലിയൊരു ടാസ്ക് തന്നെയാണ്. ഇതിനൊപ്പം മുരളിയിൽ ശ്രദ്ധേയമായ ചില പ്രായോഗിക ഉദാഹരണങ്ങളും ബാബ നൽകുന്നുണ്ടല്ലേ? അതെ, നൽകുന്നുണ്ട്. പുതിയതായി വന്ന കുട്ടികളെ ബാബ അഭിനന്ദിക്കുന്നു. അവർ വൈകി വന്നവരാണെങ്കിലും അവർക്ക് വേഗത്തിൽ മുന്നിലെത്താനും ഒന്നാമതാകാനും കഴിയുമെന്ന് പറയുന്നു. അതായത് സീനിയോറിറ്റിയല്ല, തീവ്രതയാണ് പ്രധാനം എന്ന് ബാബ ഓർമ്മിപ്പിക്കുന്നു. കറക്റ്റ്. അതുപോലെ 4 ഭാഗത്തുമുള്ള ദാദിമാരുടെ സേവനത്തെ ബാബ പ്രത്യേകം അഭിനന്ദിക്കുന്നുണ്ട്. അതിനുശേഷം പഞ്ചാബ് സോണിന് ഒരു പ്രത്യേക ടാസ്ക് ബാബ നൽകുന്നുണ്ട്. പഞ്ചാബ് സോണിൽ നിന്ന് ഒരു സിംഹത്തെപ്പോലുള്ള വലിയൊരു VIP മൈക്കിനെ തയ്യാറാക്കണമെന്നാണ് നിർദ്ദേശം. സ്വന്തം അനുഭവങ്ങളിലൂടെ അനേകർക്ക് ആവേശം പകരാൻ കഴിയുന്ന അത്തരം വലിയൊരു വ്യക്തിത്വത്തെ കണ്ടെത്തണമെന്ന് ബാബ പറയുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു പഞ്ചാബിന് മാത്രമുള്ള സന്ദേശമല്ല എന്നാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചുറ്റുപാടുകളിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്നവരാകണം എന്നൊരു സന്ദേശം കൂടിയല്ലേ ഇതിലുള്ളത്? 100% അതെ. ആ മൈക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വെറുതെ സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്നവരെയല്ല, മറിച്ച് സ്വന്തം ജീവിതം കൊണ്ട്, സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് വലിയൊരു സമൂഹത്തിന് സന്ദേശം നൽകാൻ കഴിയുന്ന വ്യക്തികളെയാണ്. ഒരു ഉദാഹരണമായി മാറണം. അതെ. ദ്വാപര യുഗം മുതൽ സന്യാസിമാരുടെയും ഋഷിമാരുടെയും പാരമ്പര്യം നാം കാണുന്നുണ്ട്. എന്നാൽ ഭഗവാൻ നേരിട്ട് തയ്യാറാക്കുന്ന കുട്ടികൾ അവരെക്കാൾ മിടുക്കരായിരിക്കണം. ആ ഒരു സിംഹത്തെപ്പോലുള്ള ധൈര്യവും പ്രതാപവുമുള്ളവരായിരിക്കണം. പഞ്ചാബ് എന്നത് എപ്പോഴും ധീരതയുടെയും സേവനത്തിന്റെയും പ്രതീകമാണ്. അതുകൊണ്ടാണ് അവിടെ നിന്ന് അങ്ങനെയൊരു പ്രതീക്ഷ ബാബ പങ്കുവയ്ക്കുന്നത്. ശരിയാണ്. ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കുമുള്ളൊരു വലിയ ആഹ്വാനമാണിത്. നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിൽ നിങ്ങളും ഇതുപോലെ ധീരമായ എന്നാൽ സ്നേഹം നിറഞ്ഞ ഒരു മൈക്കായി മാറേണ്ടതുണ്ട്. വാക്കുകൾ കൊണ്ടല്ല, നിങ്ങളുടെ സമാധാനപരമായ പെരുമാറ്റം കൊണ്ട്. വളരെ കൃത്യം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞാൽ ഈ ചർച്ചയുടെ കാതൽ എന്താണെന്ന് നമുക്ക് വ്യക്തമാകും. ബാബയുടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ വളരെ സഹജമാക്കി മാറ്റുക എന്നതാണ് പ്രധാനം. അതുവഴി ദുഃഖമില്ലാത്തവരും പൂർണ്ണമായും നിശ്ചിന്തരുമായി, അതായത് കെയർഫ്രീയായി മാറുക എന്നതാണ് ഇന്നത്തെ വരദാനത്തിന്റെ സാരം. നമ്മൾ ആദ്യം പറഞ്ഞ ആ മിക്കി മൗസ് കളി പോലെ ജീവിതത്തെ കാണുക. അതിൽ നിന്ന് നമ്മുടെ വ്യക്തിപരമായ ഈഗോ മാറ്റിവെക്കുക. അതെ. രണ്ടാമതായി, പ്രശ്നങ്ങൾക്ക് മുന്നിൽ എന്തുകൊണ്ട്, എങ്ങനെ എന്ന് ചോദിച്ച് ഊർജം കളയാതെ ആ 3 ബിന്ദുക്കളിൽ ഫോക്കസ് ചെയ്ത് ഒരു പൂർണ്ണവിരാമമിടുക. കൂടാതെ നമ്മുടെ നിഘണ്ടുവിൽ നിന്ന് ചിലപ്പോഴെന്ന വാക്ക് പൂർണ്ണമായി എടുത്തുമാറ്റുക. നമ്മുടെ പരിശ്രമങ്ങളിൽ സത്യസന്ധതയുണ്ടെങ്കിൽ, രാജകീയ ആലസ്യമില്ലെങ്കിൽ, ബാബയുടെ സഹായം എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകും എന്നതാണ് ഇന്നത്തെ മുരളിയുടെ സ്ലോഗൻ. നമ്മൾ ശരിക്കും ഈ ആശയങ്ങളെല്ലാം വിശദമായി തന്നെ അപഗ്രഥിച്ചു. അതെ. ഈ പഠനം നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ശ്രോതാക്കളായ നിങ്ങൾക്കായി മുരളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവ്യക്ത സൂചന അടിസ്ഥാനമാക്കി ഒരു വലിയ ചിന്ത നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പറയൂ. ബാബ നമ്മളോട് പറയുന്നത് മഹാനാകുന്നതിനായി മധുരതയുടെയും വിനയത്തിന്റെയും ഗുണം ധാരണം ചെയ്യാനാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ആരെങ്കിലും നിങ്ങളെ ശക്തമായി എതിർക്കുകയാണെങ്കിൽ, നിങ്ങളെ അപമാനിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് സ്വാഭാവികമായും അവരോട് കടുത്ത ദേഷ്യം വരാം. അത് സ്വാഭാവികമാണ്. എന്നാൽ അവിടെ അവർക്ക് സ്നേഹത്തിന്റെ ജലം നൽകാനാണ് ബാബ പറയുന്നത്. എളിമയുടെ, വിനയത്തിന്റെ കവചം ധരിക്കുക. ഇത് നമ്മുടെ ഭീരുത്വമല്ല, മറിച്ച് നമ്മുടെ സുരക്ഷയാണ്. മാത്രമല്ല, നിങ്ങളെ എതിർക്കുന്നവർക്ക് നിങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഇരിപ്പിടം മനസ്സുകൊണ്ട് നൽകാൻ ബാബ പറയുന്നു. ഇതൊരു വലിയ ആത്മീയ രഹസ്യമാണ്. അത് ശരിക്കും വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ സ്വയമൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന, നിങ്ങളെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു വ്യക്തിയെ ഇപ്പം മനസ്സിലേക്ക് കൊണ്ടുവരിക. അത് നിങ്ങളുടെ ഓഫീസിലെ ബോസാകാം, അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരാളാകാം. അവർ നിങ്ങളോട് മോശമായി പെരുമാറുമ്പോൾ അവരോട് ഈ പറഞ്ഞ മധുരതയും വിനയവും കാണിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, അതിലുപരി അവർക്ക് നിങ്ങളെക്കാൾ ശ്രേഷ്ഠമായൊരു സ്ഥാനം മനസ്സുകൊണ്ട് നൽകാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, നിങ്ങളുടെ ഉള്ളിലെ ഈഗോ അവിടെ ഇല്ലാതാകും. അങ്ങനെ സംഭവിച്ചാൽ ആ ബന്ധത്തിലെ നിങ്ങളുടെ ആ മിക്കി മൗസ് കളി എത്രത്തോളം അനായാസമായി മാറും.
നിങ്ങളുടെ ഈശ്വരീയ യാത്രയിൽ ഈ ഒരു ചോദ്യം നിങ്ങളുടെ ചിന്തകളിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. ശാന്തി.